നമസ്കാരം. ഈ കളങ്കിതരെ മുന്നണി യോഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം. അത് ഇടതുപക്ഷ മുന്നണിയിലായാലും യു ഡി എഫിലായാലും മുന്നണി യോഗങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം അവരൊക്കെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ ഇന്ന് മുന്നണികളിലുള്ളൂ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് തലവേദന ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരൊക്കെ തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇവരുണ്ടാക്കിയ തലവേദനകൾ നമുക്കറിയാം. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ആന്റണി രാജുവിനെ കോടതി 3 വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. കേസ് ഇപ്പോഴും ഉണ്ടായതല്ല, 1990 ഉണ്ടായതാണ്. നമുക്കറിയാതെ 36 വർഷമായി ആ കേസ് നടന്നു വരികയായിരുന്നു. അതിന്റെ വിധിയാണ് ഇന്നലെ വന്നത്. 3 വർഷം കഠിന തടവും 6 വർഷത്തേക്ക് അദ്ദേഹത്തിന് നിയമസഭയിലോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ യോഗ്യതയുമില്ല. ഇപ്പോൾ MLA ആയ അദ്ദേഹം ഇന്ന് രാജിവെക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഇന്നോ നാളെയോ രാജിവെച്ചേക്കും, അതിനപ്പുറത്തേക്ക് പോകില്ല. അതുപോലെ KB ഗണേഷ് കുമാർ, അദ്ദേഹവും ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട്, കോടതിയിൽ ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ്, MLA മാത്രമല്ല മന്ത്രിയുമാണ്. അതുപോലെ AK ശശീന്ദ്രൻ, അദ്ദേഹവും നമുക്കറിയാം ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പൂച്ചക്കുട്ടി എന്നൊക്കെ വിളിച്ച ഒരു കേസുണ്ടല്ലോ. ഞാൻ ആ കേസിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഒരു സ്ട്രിങ് ഓപ്പറേഷനിൽ ഒരു മാധ്യമം പുറത്തു കൊണ്ടുവന്ന കേസായിരുന്നു അത്. അങ്ങനെയൊക്കെ ആരോപണ വിധേയരായ ആളുകളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രോത്സാഹിപ്പിക്കുകയും അവരെ കൂട്ടിക്കൊണ്ട് നടക്കുന്നതുമാണ് മുന്നണിക്ക് അത് അത് മുന്നണിയുടെ മുന്നോട്ടുള്ള പോക്കിന് അത് ശുഭകരമല്ല. അവരെയൊക്കെ ഒഴിവാക്കി നിർത്തുക, അത്യാവശ്യം മുന്നണി യോഗങ്ങളിൽ നിന്നെങ്കിലും അവരെ ഒഴിവാക്കി നിർത്തുക. AK ശശീന്ദ്രന് പ്രായമൊക്കെയായി, ഇനിയും മത്സരിക്കാനുള്ള മോഹമായി നടക്കുകയാണ് അദ്ദേഹത്തിനെ മത്സരിപ്പിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ. അതുപോലെ ആന്റണി രാജു വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുകയില്ല. അടുത്ത 5 വർഷം കഴിഞ്ഞും മത്സരിക്കാൻ പറ്റുകയില്ല. 6 വർഷമാണ് അദ്ദേഹത്തിന് വരേണ്ടത്. KB ഗണേഷ് കുമാറിന് മത്സരിക്കാം, പക്ഷെ അദ്ദേഹവും പലവിധ കേസുകൾ കോടതിയിൽ നേരിടുന്ന ആളാണ്. അദ്ദേഹം മത്സരിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞാലും അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പാർട്ടി, അത് അദ്ദേഹം തീരുമാനിച്ചോട്ടെ. പക്ഷേ അവരെ മുന്നണിയിൽ പങ്കെടുപ്പിക്കാതെ അതിൽ നിന്നും മാറ്റി നിർത്തണം. അതുപോലെ യു ഡി എഫിലും ഇതുപോലെ കളങ്കിതരുണ്ട്. ആരോപണം നേരിടുന്നു എന്ന കേസുണ്ടെങ്കിൽ അതിന് വിധി വന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ആരോപണം ഉള്ള സ്ഥിതിക്ക് കേസിന്റെ വിധി വന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അവരൊക്കെ ആരോപണ വിധേയരാണ്. അതുപോലെ നീല ലോഹിദാസ് നാടാര്, അദ്ദേഹം പലപ്പോഴും ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാറുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തണം. അദ്ദേഹത്തെ നേരത്തെ പങ്കെടുപ്പിക്കുകയിലായിരുന്നു, അദ്ദേഹത്തെ മാറ്റി നിർത്തിയതായിരുന്നു. ഇപ്പം ചില യോഗങ്ങളിലൊക്കെ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മാത്രമല്ല, ഈ പറഞ്ഞ കളങ്കിതരെ ഒന്നും മുന്നണി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാതെ അവരെയൊക്കെ മാറ്റി നിർത്തുന്നതാണ് നല്ലത്. എങ്കിലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനിയും മുന്നോട്ട് പോകാനാകും. ജനങ്ങളുടെ ഇടയിൽ അത്രയും അവമതിപ്പുള്ളവരാണ് അവരെല്ലാവരും. അവരെയൊക്കെ മാറ്റി നിർത്തി നല്ലൊരു ടീമോടുകൂടി വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ, ഐക്യത്തോടുകൂടി വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ നിശ്ചയമായും ജയിക്കാൻ പറ്റുമെന്നാണ് ഇതുവരെയുള്ള സൂചനകൾ. നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതുവരെയുള്ള സൂചനകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരവസരം കൂടി ഉള്ളത് തന്നെയാണ്.